കനവിൽ തിരയും പ്രണയാമൃതം തൂവും പുതുമഴയായി പെയ്തു നെഞ്ചും മനസ്സിൽ പടരും ശ്രീരാഗമായി നാദം പുതിയൊരു കുഞ്ചലായി ചേരും. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് വലിയ പണക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജന്മം അവളെ കെട്ടാൻ അച്ഛനും അമ്മയും അനുവദിക്കുകയില്ല. പണത്തിന്റെ വലുപ്പം അല്ലാതെ മനസ്സിന്റെ വലുപ്പം ആർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും പണം പണം പണം. കഷ്ടം. ഈ ദേഷ്യമൊക്കെ കളഞ്ഞ് ക്ഷമയോടെ ഈ ഫോട്ടോസ് ഒന്ന് നോക്ക്. ഈ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന പെൺകുട്ടികളെ അവരൊക്കെ. തൽക്കാലം ഒന്ന് നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. ദാ. ഇത് മിഴി, PhD കാരിയാ. വായനയും ചിന്തയാണ് ഹോബി. രാഷ്ട്രീയമാണ് ഭാവി ലക്ഷ്യം. ഇവളൊരു അസറ്റ് തന്നെ ആയിരിക്കും. ഇവള് വിജി, BCom LLB കാരിയാ. പഠിത്തൊരു വിനോദം മാത്രം. ഇട്ടുമൂടാനത്ര സ്വത്തുള്ള മേടയിൽ രാഘവ മേനോന്റെ ഏക മകൾ. ഇതൊക്കെ ഈ പറഞ്ഞ പോലുള്ള കാറ്റഗറിയിലുള്ളതാ. ആ ഫോട്ടോകളല്ലേ ഇങ്ങതാ. നിന്റെ കാര്യം വന്നപ്പോ എന്തുകൊണ്ട് ഈ ഉത്സാഹമൊന്നും വന്നില്ല? ഒരു വൃത്തികെട്ടവനോടൊപ്പം ഇറങ്ങി തിരിച്ചെന്റെ നാണക്കേടിൽ നിന്ന് ഇതുവരെ ആർക്കും മോചനം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവളാണോ ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നത്? നീ പറയുന്ന പെണ്ണിനെ തന്നെ ഞാൻ കെട്ടാം. പക്ഷെ ഒരു വ്യവസ്ഥ. നിന്റെ ഭർത്താവെന്ന് പറഞ്ഞവനെ കളഞ്ഞിട്ട് നീ എന്റെ മുന്നിൽ വരണം. അപ്പ നീ പറയുന്നത് ഞാൻ കേൾക്കാം. നിന്റെ ജീവിതം നിന്റെ തോന്നിയാസത്തിന് ജീവിച്ചിട്ട് എന്നെ ഉപദേശിക്കാൻ മേലിൽ വന്നേക്കരുത്. അടിച്ച് കാരണം പോയി ഞാൻ. ഇതെന്താ, ഒരു വീടിന് 2 സെക്യൂരിറ്റികളോ? അതോ താനൊരു അസിസ്റ്റന്റിനെ കൂടി വെച്ചതോ? ഇല്ല സാർ, ഞാൻ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടില്ലേ. ഇല്ലേ? കണ്ണി കണ്ട തെണ്ടി പരീക്ഷകളിലൊന്നും ഗേറ്റ് കടത്തി വിടരുന്ന തനിക്കറിയില്ലേ? ഗേറ്റിൽ നിന്നും 2 അടി അകലം പാലിച്ചിരിക്കണം, ഞാനും അച്ഛനും വരുമ്പോ. ഇത് സാറിന്റെ അളിയനായതുകൊണ്ട്. എനിക്ക് അങ്ങനെ ഒരു അളിയനില്ല. ഹരിതയോട് അമ്മയ്ക്കുള്ള സ്നേഹം വെച്ചാ അവളെ വീട്ടിനകത്ത് കയറ്റിയത്. എന്ന് വെച്ച് കണ്ട കൊടിച്ചുപെട്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ജഗന്റെ വീട്. ശരി സാർ. എടോ, മാന്യമായും വൃത്തിയായും കാവൽ നിന്നില്ലെങ്കിൽ തന്നെ ഞാൻ മാറ്റും. പകരം താൻ അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ഈ ജന്തുവിനെ ഞാൻ സെക്യൂരിറ്റി ആക്കും. അങ്ങനെയെങ്കിലും ഇവന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും പ്രയോജനം ഉണ്ടാവട്ടെ.
സാറേ, ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞല്ലേ ജയ സാറിന് ഇഷ്ടമാവില്ല എന്ന്. പിന്നെ ഹരിതക്കുഞ്ഞ് കൂടെ ഉള്ളതുകൊണ്ട് കയറ്റി വിട്ടതാ. ഇപ്പൊ എനിക്കത് വിനയായി. എന്തോന്ന് പിന്നെ എടോ, ഇവിടുത്തെ പെണ്ണിനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക്. അവൾ അന്തസ്സായിട്ട് എന്റെ വീട്ടിൽ കഴിയുന്നത്. പണത്തിന് കുറവുള്ള എന്റെ വീട്ടില് സ്നേഹത്തിന് കുറവില്ല. ഇവിടെ കിടന്ന് വീരവധം വഹിക്കാൻ അവനുണ്ടല്ലോ, ആ ജഗൻ. പെണ്ണ് പോലും കിട്ടാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നാട് നീളെ നിരങ്ങി നടക്കുന്നവൻ. അടിപിടി ഒഴിഞ്ഞ ദിവസം ഉണ്ടാവന്. വല്ല കുത്തുകേസിലും പ്രതിയെ അകത്ത് കിടക്കുമ്പോ പഠിക്കും അവനും അവന്റെ അച്ഛനും. ഒരു ജഗൻ വന്നേക്കുന്നു. സാർ, പോണോ? ആരേത്? ഹലോ സർ, ഞാൻ ദീമോളുടെ അമ്മയാ. ദീമോളോ? അതാരാ? ഓ, ദിയക്കുട്ടി. ഞാൻ പെട്ടെന്നങ്ങ് പേരോർത്തില്ല, അതാ. മോളെ ആരെ കൊണ്ടുപോയത്? അത് അങ്കിളും ആന്റിയാണെന്നാ പറഞ്ഞത്. ഓക്കെ. ദീമോളായിട്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. എന്റെ മോളെ കൈവിടരുത്. അയ്യോ, മറന്നു. ദേമോൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ സാറിന് പൈസ കൊടുത്തില്ല. ഷോ, അദ്ദേഹം എന്ത് വിചാരിച്ചു കാണും? ഇപ്പൊ തന്നെ സാറിന്റെ നമ്പറിലേക്ക് ക്യാഷ് പേ ചെയ്തു കൊടുത്തിട്ട് വിളിച്ചു പറയാം. ചിലപ്പോ ഈ നമ്പറിൽ ക്യാഷ് പേ ഇല്ലെങ്കിലോ? ആദ്യം വിളിച്ച് ക്യാഷ് പേ ചെയ്യാനുള്ള നമ്പർ ഏതാന്ന് ചോദിക്കാം. കഴിക്ക്, ഇഷ്ടം പോലെ കഴിക്ക്. ഐസ്ക്രീമും ചോക്ലേറ്റും മാത്രം കഴിച്ചാ പോരാ. നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകണമെങ്കിലേ ശരീരത്തിൽ വൈറ്റമിൻസ് ഉണ്ടാകാൻ പഴങ്ങളും കൂടി കഴിക്കണം. മോള് കഴിക്ക്. ദിയമോളുടെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ. അമ്മയ്ക്കല്ല, കാലിന് സ്വാധീനം ഇല്ലാത്തോണ്ട് തനിയെ നടക്കാൻ പോലും മോളെ അനുവദിക്കില്ല. അമ്മ പിടിച്ചു നടത്തിക്കും. എന്തിന്? നിലത്ത് കിടക്കുന്ന ഒരു കളിപ്പാട്ടം പോലും ഒന്ന് കുനിഞ്ഞെടുക്കാൻ അമ്മ സമ്മതിക്കില്ല. ആ, കുനിഞ്ഞൊന്നും നിവർന്ന മോക്ക് വല്ലാതെ വേദനിക്കുന്ന അമ്മയുടെ പേടി. ഒന്നും പറയണ്ട വക്കീലെ,
മോളുടെ മുഖം ഒന്ന് വാടി കണ്ടാ മതി. അമ്മയ്ക്ക് വല്ലാത്ത വേവലാതിയാ. ആ പിന്നെ ജലപാനം പോലും ഇല്ലാതെ അമ്മ പട്ടിണി ഇരുന്ന് കളയും. എന്ത് ചെയ്യാൻ? മുഖം വീർപ്പിച്ച് ദിയമോളും മുഴു പട്ടിണിയിൽ അമ്മയും. പൂരാ ഇവിടെ. ഒടുവിൽ തോൽക്കുന്നത് ദിയമോള. അവള് പൊട്ടിച്ചിരിക്കും, അമ്മ ആഹാരം കഴിക്കും. ആത്മബന്ധം സുഷമയ്ക്ക് മാത്രമല്ല, രാഖിക്കും കുട്ടിയോടുണ്ടാവണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കുട്ടിയൊന്ന് എടുത്ത് ഓമനിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്ന ചുമതല മുഴുവൻ അമ്മ അടങ്കലെടുത്തിരിക്കല്ലേ. ആ ആളെവിടെയാ? ഒന്ന് ആ അങ്ങനെ ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല. ദൈവമോൾക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്, അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാനൊരു കൊച്ചു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണേ. അതായത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നയാണ് അല്ലേ? ദിയമോളുടെ അമ്മ ആള് കൊള്ളാലോ. എത്ര രൂപയായെന്ന് വെച്ചാ ഞാൻ പേ ചെയ്തേക്കാം. എനിക്ക് ക്യാഷ് പേ ഒന്നുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സാരമില്ല, ഒരു ദിവസം നേരിട്ട് കാണുമ്പോൾ വാങ്ങിച്ചോളാം പോരെ. ഓക്കെ സർ. എനിക്കൊരു ഇത്തിരി തിരക്കുണ്ട്, ഞാൻ ഫോൺ വയ്ക്കാണേ. ആ വക്കീലെ, അടച്ച വിൽപത്രം ഒന്ന് തുറന്നു വായിച്ചൂടെ? വായിക്കാം, അതിനാണല്ലോ ഞാൻ വന്നത്. പക്ഷെ വിൽപത്രം വായിക്കണമെങ്കിൽ വന്ദനയും ഒപ്പം ഉണ്ടാവണം. വന്ദന ഒപ്പം ഉണ്ടാവണമെന്നോ? അതെ, വന്ദനയുടെ സാന്നിധ്യത്തിലല്ലാതെ വിൽപത്രം തുറന്നു വായിക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. വക്കീൽ എന്ത് മര്യാദകടായി പറയുന്നേ? രാജീവനുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു തെണ്ടി പെണ്ണ് വിൽപത്ര വ്യവസ്ഥകൾ കേൾക്കാൻ ഞങ്ങൾക്കൊപ്പം പറ്റിച്ചേർന്നിരിക്കണമെന്നോ? ഇത് ഏത് വകുപ്പിലെ ന്യായമാണ് വക്കീലെ? വിൽപത്രം എഴുതും മുമ്പ് രാജീവിന്റെ തലയിൽ ഉദിച്ച ന്യായം. അത് നടക്കില്ല. അവളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ വക്കീൽ വിൽപത്രം വായിച്ചിരിക്കണം. വിൽപത്രം വായിച്ചിട്ട് വക്കീൽ പോയാ മതി. ഭീഷണിയാണോ? വേണ്ട. അങ്ങനെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാനാണ് ഭാവമെങ്കിൽ വിൽപത്രം ഞാൻ കോടതിയെ ഏൽപ്പിക്കും. പിന്നെ നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന കാര്യം കോടതി നോക്കിക്കോളും.
വക്കീലേ, അങ്ങനെ ദേഷ്യപ്പെടാതെ. അല്ല, വന്ദന വേണമെന്ന് നിർബന്ധമാണോ? നിർബന്ധമാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെയാണെങ്കിൽ വന്ദനയെ വിളിച്ചു വരുത്തിയിട്ട് വക്കീലിനെ അറിയിക്കാം. അപ്പോ അയച്ചാ മതി. ശരി, എന്നാ ഞാൻ അറിയുന്നു. കണ്ടില്ലേ കരുക്കൾ ഓരോന്നായി നീക്കുന്നത്? അവളൊരു ഒഴിയ ബാധയാണ്. ആ രാജീവിന്റെ നിന്റെ തള്ളയുടെയും ആത്മാവിന് പോലും ഗതി കിട്ടാതെ വരട്ടെ. വന്ദനയോടും കുടുംബത്തോടും വളരെ നികൃഷ്ടമായ രീതിയിലല്ലേ പെരുമാറിയത്? അത്രയും വെറുപ്പിച്ചു വിട്ടിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചാ വരുമോ? അങ്ങനെ ഒരു ഗതിയിലാക്കിയില്ലേ നിന്റെ പുന്നാര ചേട്ടൻ. ഏതായാലും നീ അവളെ ഒന്ന് വിളിക്ക്. ഹലോ, ഞാനാ രാഖി, ദേമോളുടെ അപ്പച്ചി. പറയൂ, കേക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദേമോൾ എവിടെ? അവള് സുഖമായിട്ടിരിക്കുന്നു. എന്നോട് എന്താ പറയാനുള്ളെന്ന് വെച്ചാ അത് ഫോണിലൂടെ പറഞ്ഞാ മതി. അങ്ങനെ ഫോണിലൂടെ പറഞ്ഞ് പരിഹരിക്കാനുള്ള വിഷയമല്ല. കുറച്ചു മുമ്പ് വക്കീല് വന്നിരുന്നു. അയാളുടെ കയ്യില് അടച്ച വിൽപത്രം ഉണ്ടായിരുന്നു. ആ വിൽപത്രം തുറന്ന് വായിക്കണമെങ്കിൽ നിന്റെ സാന്നിധ്യം വേണോത്രേ. അങ്ങനെയാണ് എന്റെ ഏട്ടൻ നിന്റെ കമ്പനി ബോസ് രാജീവ് മേനോൻ വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ആലോചിക്കണം. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവൾക്ക് ആലോചിക്കാനുണ്ടെന്ന് ശാപം പിടിച്ചവൾ. എന്റെ ഏട്ടനെ കൊന്നിട്ട് അവൾക്ക്. അതൊക്കെ ഇതാ ഞാൻ സംസാരിക്കാം. ഹലോ വന്ദന, ഞാൻ സാഗറാണ്. ആ അടച്ച വിൽപത്രത്തിൽ അളിയൻ ചില വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ പൊട്ടിച്ച് വായിച്ചില്ലേ പറ്റൂ. ചിലപ്പോ അതിലെഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ദിയമോളെ കുറിച്ചാണെങ്കിലോ? അവളുടെ അവകാശങ്ങൾക്ക് നമ്മളായിട്ട് തടസ്സം നിൽക്കണോ? വന്ദനയ്ക്ക് എന്താ ഒരു മൗനം? വന്ദനയുടെ സാമീപ്യം ഇല്ലാതെ ആ അടച്ച വിൽപത്രം തുറക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നാ വക്കീല് പറഞ്ഞത്. പ്ലീസ് വന്ദന, ദിയമോളെ ഓർത്ത് വന്ദന ഒന്ന് വരണം. എനിക്ക് ആലോചിക്കണം. ആലോചിച്ചൊരു തീരുമാനം എടുത്ത് രാഖിയെ അറിയിക്കാം. മതി, തീരുമാനമെടുക്കാൻ അധികം വൈകരുത്. വന്ദനാമ്മേ, മോളെ, ദേ മോളെ. വന്ദനാമ്മേ. ഹലോ,
ഇങ്ങനെ ഉപകരിച്ച ഞാൻ കടിക്കുവേ.